അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ ഇവിടെ യേശു കർത്താവ് ചെയ്ത് കൂടുതൽ ശിഷ്യന്മാരോട് ചോദിച്ച് ജനങ്ങളൊക്കെ എന്നെ ആരെന്ന് പറയുന്നു. അന്നത്തെ കാലത്ത് യേശു കർത്താവ് പല നന്മകൾ ചെയ്തു. കൂടുതൽ കാഴ്ച പ്രാപിക്കാനായി, കുഷ്ഠരോഗി കർത്താവ് സൗഖ്യമാക്കി, മരിച്ചവരെ ജീവനോട് കൊണ്ടുവന്ന്, രോഗത്താൽ ഭാരപ്പെടുന്നവർ ഭൂതബാധ കർത്താവ് വിടുവിച്ചു. അപ്പൊ ദൈവം ചോദിച്ച് മനുഷ്യർ അല്ലെങ്കിൽ ശിഷ്യന്മാരെ ചോദിക്കുന്നത് എന്താണ്, ഇവരൊക്കെ ആരെന്നെ ഇവരെ എന്നെ കുറിച്ച് പറയുന്നതിന് പറഞ്ഞപ്പോൾ, അപ്പോ വചനം വായിച്ച പല വാക്യം, ചിലർ യേശുവിനെ കുറിച്ച് യോവാൻ സ്നാപകൻ എന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യിരെമ്യാ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ മൂന്ന് വ്യക്തികളും ഇല്ല. യേശു കർത്താവ് തന്നെയാണ്. ഓക്കെ, അത് യാതൊരു മാറ്റവുമില്ല. പക്ഷെ അവർ പറഞ്ഞ കാര്യം എന്താണ്, അവർ കണ്ട വ്യക്തികളെ മാത്രമേ അവർ എടുത്ത് പറഞ്ഞു. നമ്മൾ അനുഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ ഈ രക്ഷയിലോട്ട് വരാനുള്ള കാരണം എന്താണ്, എന്റെ ദൈവത്തെ നാം എങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ അപ്പനായി കണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്പനായി കർത്താവ് നിങ്ങൾ നടത്തും. ചിലപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം മാത്രം നൽകുന്നതിനാൽ നിങ്ങൾക്ക് ആ സൗഖ്യം ലഭിക്കും. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുണ്ടോ അതിന്മേൽ പ്രവർത്തിക്കുവാൻ ദൈവം ഇന്നും മതിയായ ദൈവമാണ്. പക്ഷെ ദൈവം നോക്കുന്നത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വിശ്വാസമാണ് ദൈവം നോക്കുന്നത്. നിങ്ങൾ ദൈവത്തെ ഏത് വിശ്വാസത്തോട് ദൈവത്തെ നിങ്ങൾ നോക്കുന്നുണ്ടോ ആ വിശ്വാസം അവൻ എന്ത് ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കും, അത് ജീവനെ കൊണ്ടുവരും, അത് നന്മയെ കൊണ്ടുവരും. വായിക്കാം 15 വാക്യം. ഉടനെ കർത്താവ് ചോദിച്ചേ, നിങ്ങൾ ആരെന്നെ പറയുന്നെന്ന് അവർ ചോദിച്ചത്. ഉടനെ സീമോൻ പത്രോസ് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഉത്തരം കേട്ട് കർത്താവ് എന്ത് പറഞ്ഞു? 15 വാക്യം. കർത്താവ് പറഞ്ഞു, പറയോ സിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്തിൽ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. എന്താണ് വെളിപ്പെടുത്തിയത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ശിമോനെ നീ ഭാഗ്യവാൻ, ഇത് നിനക്ക് വെളിപ്പെടുത്തി ജഡരക്തമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാ വെളിപ്പെടുത്തി. ഞാൻ പറയട്ടെ, നിങ്ങളാണോ ഇന്ന് ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്വർഗസ്ഥനായ പിതാ നമ്മുടെ മേൽ വെച്ച കരുണയാണ്. കർത്താവ് വെളിപ്പെടുത്തത് കൊണ്ടാണ് നാം ദൈവത്തെ അറിയുവാൻ ഇടയായി. വചനം പിതാ ആകർഷിക്കാതെ ആരും ദൈവത്തിന്റെ അടുക്കൽ വരികയില്ല. കർത്താവ് പിതാ നമ്മളെ ആകർഷിച്ചത് കൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഒരു മനുഷ്യൻ പറഞ്ഞു കാണും, എങ്കിലും പ്രവർത്തിച്ചതാരാണ്? ദൈവത്തിൽ. സ്വർഗസ്ഥനായ പിതാ നമ്മളെ ആകർഷിച്ചത് കൊണ്ടാണ് നാം ഇവിടെ നിൽക്കുന്നത്. താൻ വെളിപ്പെടുത്തിയ വാക്കിനെ എന്ത് ചെയ്ത് കർത്താവ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിച്ചിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുമെന്ന് അവരോടും പറയാതിരുപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഇതിനുശേഷം വായിച്ചോ 21 വാക്യം. 21. അന്നു മുതൽ യേശു ഇവിടെ യേശു കർത്താവ് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഞാൻ ക്രൂശീകരണത്തോട് പോകാൻ പോണ്, ഞാൻ പലനാളും നിന്ദിക്കപ്പെടും, അവർ എന്നെ കൊല ചെയ്യും എന്ന് തന്റെ ശിഷ്യന്മാരോട് കർത്താവ് എന്ത് ചെയ്ത് പറഞ്ഞപ്പോൾ 22 വാക്യം.
ഇവിടെ ശിഷ്യൻ പത്രോസ് എന്താണ് ചെയ്തത്? ദൈവത്തെ ശാസിച്ചു തുടങ്ങി. എന്തുകൊണ്ടാണ്? കർത്താവ് ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവെ അതങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്ത് യേശു കർത്താവിനെ ശാസിക്കാൻ തുടങ്ങിയപ്പോൾ യേശു കർത്താവ് എന്ത് പറഞ്ഞ് വായിച്ചോ? 23-ാം വാക്യം. സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാവുന്നു, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. കർത്താവ് എന്താണ് പറഞ്ഞത്? തന്റെ കൂടായ ശിഷ്യനെ നോക്കി എന്താണ് പറഞ്ഞത്? സാത്താനെ എന്നെ വിട്ടുപോ. അതിനും തൊട്ടും മുൻപാണ് ദൈവം പറഞ്ഞ്, ശീമോനെ നീ ഭാഗ്യവാൻ, ജഡവത്വമല്ല സ്വർഗസ്ഥായിന്റെ പിതാവത്തെ നിനക്ക് വെളിപ്പെടുത്തിയത്. തൊട്ട് 5 സെക്കൻഡ് ആയില്ല. ഇപ്പൊ കർത്താവ് എന്താണ് പറഞ്ഞത്? സാത്താനെ എന്നെ വിട്ട് പോ. തൻ കൂടാതെ ശിഷ്യനെ നോക്കി കർത്താവ് പറഞ്ഞു. ശിഷ്യൻ പോയോ? ഇവിടെ സാത്താനെ എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. എന്തിനാ ഇടർച്ച? ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി ആരാണ് പറഞ്ഞത്? യേശു കർത്താവ് ഭൂമിയിൽ വന്നൊരു പദ്ധതിയാണ്. എന്താണ്? താൻ ക്രൂശിൽ മരിക്കണമെന്ന് പിതാവിന്റെ പദ്ധതിയാണ്, അവന്റെ ഹിതമാണ്. പക്ഷെ ഇവൻ പത്രോസ് എന്ത് പറഞ്ഞ് അത് സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് തിരിച്ചറിഞ്ഞ് ഇത് സാത്താനാണ്. അവന്റെ ഉള്ളിൽ കേൾക്കുന്നത് സാത്താന്റെ ശബ്ദമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് എന്നെ വിട്ടു പോ സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിന്റെ അല്ല മനുഷ്യരുടെ അടുത്ത് കരുതുന്നത് എന്ന് പറഞ്ഞു. നമുക്കും ദൈവശബ്ദം കേൾക്കാൻ കഴിയും, നമുക്ക് തന്നെ വിശ്വാസമായി മാറാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ അടുത്തുള്ള ചിന്തിക്കുന്ന ചിന്തകൾ നമുക്ക് കിട്ടുമ്പോൾ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പറയാൻ കഴിയും, നോക്കാൻ കഴിയും, എല്ലാം കഴിയും. പക്ഷേ അതേസമയം ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി ചിന്തിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ സ്വഭാവങ്ങൾ വ്യത്യാസപ്പെടും, നാം പിശാസായി മാറുവാൻ കഴിയും. അതുകൊണ്ടാണ് അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞ് ഇവൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ അടുത്ത കാര്യമല്ല, താൻ തിരിച്ചറിഞ്ഞ് ഉടനെ അതുകൊണ്ടാണ് കർത്താവ് ശാസിച്ച് സാത്താനെ എന്നെ വിട്ടു പോയി. ചോദിക്കട്ടെ, നമ്മളെടുത്തും ദൈവത്തിന്റെ ആത്മ പല ആലോചന ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് അനുസരിക്കാൻ നമുക്ക് എന്തില്ല, താല്പര്യമില്ല. പക്ഷെ അതേസമയം ഇന്നത്തെ ഒരു വ്യക്തി പൈസ കടം കൊടുക്കുന്നത്, വാ ഞാൻ പോയി പറഞ്ഞാൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓടും, പോയി പൈസ മേടിക്കും. കർത്താവ് നീ കടം മേടിക്കത്തില്ല, നീ വായ്പ മേടിക്കത്തില്ല, വായ്പ കൊടുക്കുന്ന ആർക്കും വേണ്ടി കർത്താവിന്റെ വചനം പറഞ്ഞത് നമ്മളത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി നാം തീരുമാനം എടുക്കരുത്. നാം ദൈവത്തിന്റെ വചനത്തിന് വിരോധമായിട്ട് തീരുമാനങ്ങളെല്ലാം വിശ്വാസമായി മാറുവാൻ കഴിയും. നാം ശ്രദ്ധിക്കപ്പെടരുത്, നാം ക്രിസ്തുവിനോട് ഏകാഗ്രത വിട്ട് മാറരുത്. നാം ദൈവത്തോടുള്ള നിർമ്മലതയും വിട്ട് മാറിയാൽ പറയട്ടെ, നമ്മുടെ സ്വഭാവങ്ങൾ മാറിപ്പോകും. നാളെ നിങ്ങൾ ചാലഞ്ച് ചെയ്യാം. നിങ്ങൾ ഒരാഴ്ച പ്രാർത്ഥിക്കാതെ വചനം വായിക്കാതെ നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ നടന്നു നോക്ക്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വഭാവങ്ങൾ മാറും, നിങ്ങളുടെ പഴയ സ്വഭാവങ്ങൾ വരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടരുത്. ഇതില്ലെങ്കിൽ, വചനമില്ലെങ്കിൽ നിങ്ങൾ മരിച്ചവരാണ്. ഇതാണ് നമുക്ക് ജീവൻ കൊടുക്കുന്നത്. ഈ വചനമാണ് നമ്മുടെ ജീവൻ നമ്മളെ ബലപ്പെടുത്തുന്നത്. ശരീരം ബലഹീനമാണത്, പക്ഷെ ആത്മാവോ ജീവൻ പ്രാപിക്കണമെങ്കിൽ ഈ വചനം വേണം. അവൻ നമ്മളെ ബലപ്പെടുത്തണമെങ്കിൽ ജീവൻ വേണം. ജീവൻ അവന്റെ വചനം മാത്രമേ. അതുകൊണ്ട് നിങ്ങൾ വചനം വായിക്കാത്തവർ വചനം ഓഡിയോ ബൈബിൾ കേൾക്കുക. ഞാൻ പറഞ്ഞത്, ഒരു ദിവസം നിങ്ങൾ 10 അധ്യായം കേൾക്കണമില്ല, അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കേൾക്കണം. അതും നിങ്ങൾ മൈൻഡൊക്കെ ഫ്രീ ആയി നിങ്ങൾ അതിനുവേണ്ടി വന്ന് ഇരുന്ന് നിങ്ങൾ വചനം കേൾക്കുക. നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ ദൈവത്തിന്റെ ആത്മാ നിങ്ങളോട് സംസാരം, അവൻ നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങൾക്ക് എന്ത് ആവശ്യമോ അതിലൂടെ അവൻ സംസാരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞത്, ക്രിസ്തുവിനോടുള്ള ആ ഏകാഗ്രത വിട്ട് നാം മാറിപ്പോകരുത്. പിശാസ് ഉപായത്താൽ ചതിച്ചതുപോലെ പിശാസ് ഇന്ന് അനേകരെ അവൻ എന്ത് ചെയ്യണം? ചതിക്കുന്നുണ്ട്. ആ ചതി വിടാതെ നാം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ദൈവവചനത്തിന് വിരോധമായി വരുന്നതൊക്കെ
പിശാസാണെങ്കിൽ ഓർത്തോണം. അതുകൊണ്ട് വചനങ്ങൾ നിങ്ങൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ ബലപ്പെടുത്തും.